ഈ സന്ധ്യ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, ഉറപ്പിക്കാവുന്നതാണോ? എന്താണ് കാര്യം അവർ സംസാരിച്ചത്? ഇപ്പോൾ ബോധാവസ്ഥയിൽ തന്നെയാണോ അവർ? അത് നമുക്ക് ഡോക്ടറോട് ഒന്നുകൂടെ തന്നെ ചോദിക്കാം. ഡോക്ടർ ഈ സന്ധ്യയുടെ ആരോഗ്യനിലയിൽ നമുക്ക് തൃപ്തിയാണോ? സന്ധ്യയുടെ ആരോഗ്യനില തൃപ്തികരമാണ് അറ്റ് പ്രസൻറ്റ്. കാരണം പിന്നെ ഇത്രയും നേരം ഇതിൻ്റെ അടിയിൽ കിടന്നതിൻ്റെ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടി ഉണ്ട്. പക്ഷേ ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ പൾസും ഇതുമെല്ലാം നോർമലാണ്. ഈസ് ആൻസറിങ് ടു ക്വസ്റ്റ്യൻസ്. നമ്മൾ ചോദിക്കുന്നതിന് ഇത് മറുപടി പറയുന്നുണ്ട്. അത് തന്നെ വളരെ നല്ലൊരു പോസിറ്റീവ് ഇതാണ്. എവിടെയാണ് ഇഞ്ചുറി? അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ അരയ്ക്ക് കീഴ്പോട്ടാണ് ഇഞ്ചുറി മെയിനായിട്ടും ഉണ്ടായത്. കാലിലാണ് ഈ സ്ലാബെല്ലാം കിടക്കുന്നത്. അവർ പുരുഷൻ്റെ മേളിലായിട്ടാണ് കിടക്കുന്നത്. അദ്ദേഹം അതിൻ്റെയും കീഴെയാണ്. അദ്ദേഹത്തിൻ്റെ കൈ മാത്രമേ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നു. അദ്ദേഹത്തെ കാര്യമായിട്ട് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പൾസൊന്നുമില്ല. പൾസില്ല. ഈ രക്തം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്താ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതിൻ്റെ അവസ്ഥ. ഡോക്ടറാണ് പ്രതികരിച്ചത്. കുറച്ചുകൂടി വ്യക്തമാണ് കാര്യങ്ങൾ ദിവിഷ്. അതായത് സന്ധ്യയുടെ ആരോഗ്യനിലയിൽ സംബന്ധിച്ച് ഇപ്പോൾ വൈദ്യപരിശോധന നടത്തിയിരുന്നു. സന്ധ്യയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കയില്ല. പക്ഷേ ബിജുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് വൈദ്യപരിശോധന നടത്താൻ കൃത്യമായി കഴിഞ്ഞിട്ടില്ല. കൈ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവരെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പ്രദേശം മുഴുവൻ മണ്ണിടിഞ്ഞ് വീണ അവസ്ഥയിലാണ്. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഇരുട്ടായതുകൊണ്ടാണ് നമുക്ക് അവിടെ കാണാൻ കഴിയാത്തത്. ഇതിൻ്റെ മേളിലൂടെ നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ മേളിലൂടെയാണ് ദേശീയപാത പോകുന്നത്. ആ ദേശീയപാതയ്ക്ക് അപ്പുറം വലിയ മലയാണ്. അതിൻ്റെ മേളിൽ നിന്ന് വലിയ അളവിൽ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി മണ്ണ് എടുത്ത് നീക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. ഇവിടെ 6ഓളം വീടുകൾ മണ്ണിൻ്റെ അടിയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് കാണാം ഇലക്ട്രിക് പോസ്റ്റ് അടക്കം താഴേക്ക് പതിച്ച അവസ്ഥയിലാണ്. ഏതാണ്ട് ഒരു 10-30 അടി ഉയരത്തിലാണ് ദേശീയപാത ഇവിടെ നിന്ന് പോകുന്നത്. ആ കാണുന്ന കെട്ട് ദേശീയപാതയുടെ ഇപ്പോഴത്തെ ഉയരമാണ്. അതിൻ്റെ അപ്പുറത്ത് വലിയ മലയാണ്. ആ വലിയ മലയ്ക്ക് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 6 വീടുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. പക്ഷെ അവിടെയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്തരം ഒരു വലിയ ദുരന്തം ഒഴിവാകാൻ സഹായിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും 2 പേർ അപകടത്തിൽപ്പെട്ടു. അവരോട് മാറാൻ ജനപ്രതിനിധികൾ അടക്കം പറഞ്ഞിരുന്നു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾ പറയുന്നത്. നമുക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരാളുടെ കാര്യത്തിൽ ഒരാളെ ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവിഷ്.